Hello everyone, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റീഇൻഷുറൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ റീസെന്റ് നമ്മുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് നമുക്ക് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ഇൻഷുറൻസും റീഇൻഷുറൻസും ഏകദേശം 2000 കോടി രൂപയുടെ അടുത്ത ഇൻഷുറൻസ് എമൗണ്ട് മാത്രം വരുന്നതാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റീഇൻഷുറൻസ്? സാധാരണ നമ്മൾ നമ്മുടെ റിസ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് ഇൻഷുറൻസ്. സോ ലെറ്റ്സ് സേ ഒരു ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. ഈ ഇൻഷുറൻസ് കമ്പനി പല പല ഇൻഷുറൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1000 കോടി രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു കാറ്റസ്ട്രോഫോ അല്ലെങ്കിൽ വലിയൊരു ആന്റിസിപ്പേറ്റഡ് ലോസ് വരികയാണെങ്കിൽ ഏകദേശം വലിയൊരു എമൗണ്ടിന്റെ നഷ്ടം ഈ കമ്പനിക്ക് വരാം. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു? അവർ റിസ്ക് വേറൊരു കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് നമ്മൾ വിചാരിക്കുന്ന ഏകദേശം 600 കോടി രൂപയുടെ ഇൻഷുറൻസിന്റെ ക്ലെയിം അവർ വേറൊരു കമ്പനിക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇൻ കേസ് ഒരു കാറ്റസ്ട്രോഫ് ലോസ് വരികയാണെങ്കിൽ 1000 കോടിയിൽ 600 കോടി ആര് മീറ്റ് ചെയ്യും? നമ്മുടെ മറ്റൊരു ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് രണ്ട് തരം ഏകദേശം മെയിൻ ആയിട്ട് നമുക്ക് ഒരു ഫാക്കൽറ്റേറ്റീവ് കവറേജ് ഉണ്ട്, റീഇൻഷുറൻസ് ട്രീറ്റ് ഉണ്ട്. ഫാക്കൽറ്റേറ്റീവ് കവറേജ് എന്ന് പറഞ്ഞാൽ ഈ റീഇൻഷുറൻസ് കമ്പനി ഇവരെ എല്ലാ റിസ്കും കവർ ചെയ്യില്ല. നമ്മൾ പറയുന്ന റിസ്ക്, ഓക്കെ, പ്ലെയിൻ ക്രാഷ് അല്ലെങ്കിൽ ബിൽഡിംഗ് കൊളാപ്സ്, അങ്ങനെ സർട്ടൻ റിസ്കുകൾ മാത്രമാണ് ഫാക്കൽറ്റേറ്റീവ് കവറേജുകൾ. ഇവർ പറയുന്ന റിസ്കുകൾ മാത്രമാണ് റീഇൻഷുറൻസ് കവർ ചെയ്യുള്ളൂ. റീഇൻഷുറൻസ് ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു സർട്ടൻ പീരീഡിലേക്ക് വരുന്ന എല്ലാ ലോസസും ഇവര് കവർ ചെയ്യും. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ എക്സ്പോഷർ ലോസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇവരെ പറഞ്ഞ വേറൊരു കമ്പനി സീഡിംഗ് കമ്പനി എന്ന് നമ്മൾ പറയും.